ഇപ്പോൾ വയനാട്ടിൽ കടുവാ ആക്രമണത്തിൽ മരിച്ച മാരൻ്റെ വീട്ടിൽ LDF കൺവീനർ TP രാമകൃഷ്ണൻ സന്ദർശിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് കടുവാ ആക്രമണത്തിൽ മാരൻ കൊല്ലപ്പെട്ടത്. ജോഷില ചേരുകയാണ്. ജോഷില, വിശദാംശങ്ങൾ. കഴിഞ്ഞ ദിവസം കടുവ മാരന്റെ വീട്ടിലേക്ക് LDF കൺവീനർ TP രാമകൃഷ്ണൻ സന്ദർശിക്കുകയാണ്. മാരന്റെ മകൻ രവിയെയും അതുപോലെ തന്നെ മകളെയും കണ്ട് അദ്ദേഹം ആശ്വസിപ്പിക്കുകയാണ്. അദ്ദേഹത്തോടൊപ്പം CPIM സംസ്ഥാന കമ്മിറ്റി അംഗം വിശേഷ കേന്ദ്രമടക്കമുള്ള ആളുകളും ഡിവൈഎഫ്ഐ പ്രവർത്തകരും ഇവിടെയുള്ള വാർഡ് മെമ്പറും അടക്കമുള്ള ആളുകളുണ്ട്. ഇന്നലെ ആയിരുന്നു മാരന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് മാരന്റെ മൃതദേഹം സംസ്കരിച്ചത്. ഇന്ന് TP രാമകൃഷ്ണൻ ഇപ്പോൾ കുടുംബാംഗങ്ങളെ കണ്ട് ആശ്വസിപ്പിക്കുന്ന രംഗങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ സ്ഥലത്ത് മാത്രമേ വീട് നിൽക്കുന്നുള്ളൂ. ഈ വീടടക്കം സ്ഥലമാണ്. എല്ലാവർക്കും വീട് വെക്കാൻ വേണ്ടി എല്ലാവർക്കും സ്ഥലം കൊടുത്തു. അങ്ങനെയാണ് സമ്മതപത്രം നമ്മുടെ കുടുംബക്കാരായതുകൊണ്ട് അത് തന്നെ വീട് വെക്കാനുള്ള സമ്മതം കൊടുത്തു. ഇവരുടെ പേരിൽ രേഖകളൊന്നുമില്ല. അയാളുടെ സമ്മതപത്രം മേടി. ഒരു ഇതുമില്ല, ആർക്കൊന്നുമില്ല ഇവിടെ. ഇതെല്ലാം വീട് മാത്രം വെച്ചിട്ടുള്ളൂ. ഗീതന്റെ നിങ്ങളുടെ മക്കളാ? ഞങ്ങൾക്ക് ഭാര്യ മക്കളുണ്ടോ? ഇല്ല, കല്യാണം കഴിഞ്ഞില്ല. സ്കൂളിൽ പോകുന്നുണ്ടോ? കാപ്പിസെറ്റ് ദേവർഗദ്ദ ഉന്നതിയിലെ മാരൻ വനാതിർത്തിയിൽ വെച്ചാണ് കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ സഹോദരിക്കൊപ്പം വിറക് ശേഖരിക്കാൻ പോയ മാരനെ പുഴയോരത്ത് നിന്ന് കടുവ പിടികൂടി കാട്ടിലേക്ക് വലിച്ചിഴച്ചുകൊണ്ട് പോവുകയായിരുന്നു. കടുവമാരൻ്റെ മുഖം കടിച്ചെടുക്കുകയും ചെയ്തു. സ്ഥിരമായി വന്യമൃഗശല്യമുള്ള പ്രദേശത്താണ് മാരൻ വിറക് ശേഖരിക്കാൻ പോയത് എന്നാണ് വനംവകുപ്പിൻ്റെ വിശദീകരണം. 70 വയസ്സുള്ള മാരനെയാണ് കടുവ കടിച്ച് കൊണ്ടുപോയത്. പിന്നീട് അദ്ദേഹത്തെ കണ്ടെത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ആ കുടുംബത്തിലേക്ക് ആശ്വാസവുമായി LDF കൺവീനർ TP രാമകൃഷ്ണൻ എത്തിയിരിക്കുകയാണ്. ജോഷില, എന്താണ് ആ കുടുംബത്തോട് LDF കൺവീനർ വ്യക്തമാക്കുന്നത്? കുടുംബത്തിന്റെ ഒരു സ്ഥിതി മനസ്സിലാക്കുകയായിരുന്നു LDF കൺവീനർ TP രാമകൃഷ്ണൻ. അവർക്ക് സ്വന്തമായി വീടില്ല എന്നുള്ളതാണ് LDF കൺവീനറോട് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ മൂപ്പന്റെ സ്ഥലം കുടുംബങ്ങൾക്ക് നൽകിയതാണ്. അതിന് മറ്റ് രേഖകളൊന്നും കൈവശമില്ല എന്നുള്ള കാര്യവും LDF കൺവീനർ TP രാമകൃഷ്ണനോട് ഇപ്പോൾ കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുകയാണ്. അവരുടെ ഒരു ജീവിത സാഹചര്യത്തെ കുറിച്ച് വിശദീകരിക്കുകയാണ്. മാത്രമല്ല, മാരൻ ഇപ്പോൾ പോയി. ഇനി കുടുംബത്തെ സഹായിക്കാൻ അല്ലെങ്കിൽ കുടുംബത്തിന് അത്താണിയായി ഉണ്ടായിരുന്ന ഒരാളാണ് മരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുന്നോട്ടുള്ള ഒരു ജീവിതം, അതേക്കുറിച്ചൊക്കെയാണ് ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഉന്നതിയിലെ മൂപ്പൻ ഇവിടെയുണ്ട്. അവരോട് കൂടെ കാര്യങ്ങൾ എങ്ങനെയാണ് ഈ വീട് നിലനിൽക്കുന്നത്, അതുപോലെ തന്നെ പട്ടയം, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ആണ് ഇപ്പോൾ LDF കൺവീനർ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ വണ്ടിക്കടവ് ചെത്തിമറ്റത്ത് മാരനെ കൊന്ന കടുവയെ മയക്കുവെടിവെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഡോക്ടർ പ്രമോദ് ജി കൃഷ്ണൻ ഉത്തരവിട്ടിരിക്കുകയാണ്. കടുവയെ ഉൾവനത്തിൽ തുരത്താൻ കഴിയാതെ വന്നാലോ കൂടുവെച്ച് പിടികൂടാൻ കഴിയാതെ വന്നാലോ വെറ്റിനറി വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ കടുവയെ മയക്കുവെടി വെക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. അഥവാ പിടികൂടാൻ സാധിച്ചാൽ മുത്തങ്ങ ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസറുടെ മേൽനോട്ടത്തിൽ ചികിത്സയും പരിചരണവും നൽകണം എന്നുള്ള കാര്യവും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണന്റെ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. വണ്ടിക്കടവ് അതേസമയത്ത് തന്നെ ഇന്നലെ വൈകുന്നേരവും കടുവയെ കണ്ട ഒരു സാഹചര്യമുണ്ട്. അതിന് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ഇടങ്ങളിലായി കൂടുകളും സ്ഥാപിച്ചിട്ടുണ്ട്.
രാത്രികാല പെട്രോളിംഗ് മാത്രമല്ല പകൽ സമയങ്ങളടക്കം പെട്രോളിംഗ് ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ 8 സംഘങ്ങളായി തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. കടുവക്കായുള്ള തിരച്ചിലും ആരംഭിച്ചിട്ടുണ്ട്. കർണാടകയിൽ നിന്നും നേരത്തെ ആളുകളെ കൊന്ന കടുവയെ കാട്ടിലേക്ക് കയറ്റി വിടുകയായിരുന്നു എന്ന പരാതിയും ഉയരുന്നുണ്ട്. ഇതൊക്കെ തന്നെ പരിശോധിക്കും. അതുപോലെ തന്നെ ഇന്നലെ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയ കടുവ 2 വയസ്സുള്ള കടുവയാണ് മാരനെ കൊന്നത് എന്നുള്ളതാണ് ഇപ്പോൾ വനപാലകർ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അതിനെ പിടികൂടാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് വനവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത്. എന്തായാലും വയനാട്ടിൽ കടുവാക്രമണത്തിൽ കൊല്ലപ്പെട്ട മാരന്റെ വീട്ടിലേക്ക് LDF-ന്റെ കൺവീനർ TP രാമകൃഷ്ണൻ എത്തിയിരിക്കുകയാണ്. ജോഷിലെയാണ് വിവരങ്ങൾ നൽകിയത്.